കോഴിക്കോട് ഒരു നിപ്പ കേസ് കൺഫേം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല, പക്ഷെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് നിപ്പ വൈറസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2018 നമുക്ക് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് ബാധയുണ്ടായിട്ടുള്ളത്. അന്ന് വലിയ ഭയമായിരുന്നു. കാരണം ഇതിനൊരു പ്രോട്ടോകോൾ ഇല്ല, കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. മാത്രമല്ല അത് വന്ന് ആദ്യത്തെ ആളിൽ നിന്ന് അത് നിപ്പയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ പേർക്ക് പകർന്നിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ പകർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ കോൺടാക്ട് ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അവരെല്ലാം ഐസൊലേറ്റ് ചെയ്തു. ചെങ്ങന്നൂർ ഗ്രാമം, നിപ്പ വന്ന ഗ്രാമം നമ്മൾ പൂർണ്ണമായിട്ടും അടയ്ക്കുകയും അവിടെയുള്ള ആളുകൾക്ക് എല്ലാ ജീവിതത്തിന് ആവശ്യമായ സാധന സാമഗ്രികളും എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ചേർന്നുള്ള സ്തുത്യർഹമായൊരു പ്രവർത്തനമാണെന്ന് കാഴ്ചവെച്ചത്. മാധ്യമങ്ങളും നല്ല രീതിയിൽ സഹായിച്ചു. മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. നമ്മൾ അന്ന് നിപ്പ നേരിടുന്നതിനാവശ്യമായിട്ടുള്ള പ്രോട്ടോക്കോളും SOPയും അന്ന് രൂപീകരിക്കുകയുണ്ടായി. അത് ഉപയോഗിച്ചിട്ടാണ്. അന്ന് നമ്മുടെ മുന്നിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ എബോള വൈറസ് വന്നപ്പോൾ സ്വീകരിക്കുന്ന പ്രോട്ടോക്കോളിൻ്റെ സാധ്യത പരിശോധിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പരിശോധനയും ഐസൊലേഷനും ക്വാറന്റൈനും ഒക്കെ നിശ്ചയിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനുശേഷം 3 തവണ വീണ്ടും കേരളത്തിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കേസ് എന്നുള്ള നിലയിൽ വരുമ്പോൾ തന്നെ നമുക്കത് ഇടപെടാനും രോഗിയെ രക്ഷിക്കാനും കൂടുതൽ ആളുകളിലേക്ക് പകരാതെ ശ്രദ്ധിക്കാനും കഴിഞ്ഞു. കാരണം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം സജ്ജമാണ് അതിന്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ആ സമയത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടി നന്നായിട്ട് ഇടപെട്ടു. ആരോഗ്യവകുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻറ്റിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് ട്രേസ് ചെയ്യണം, അവരെ ആകെ നല്ല പരിശോധനയിൽ കൊണ്ടുവരണം, കൂടുതൽ ആളുകൾക്ക് പകരാതെ അത് നോക്കാനും പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ. ഇപ്പോൾ ഈ വൈറസ് ബാധക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് അസുഖം സുഖപ്പെടാനുള്ള മരുന്ന് ഇല്ല എന്ന് തന്നെ പറയാം. പല വൈറസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ റിബാവറിൻ പോലുള്ള മരുന്നുകളാണ് നമ്മളന്ന് പ്രയോഗിച്ചത്. അന്നൊരു മോണോക്ലോണൽ ആൻറ്റിബോഡി അത് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൽ എത്തിച്ചിരുന്നു, വിമാനമാർഗം എത്തിച്ചിരുന്നു. അന്ന് നമുക്കത് കൂടുതൽ പ്രയോഗിക്കേണ്ടി വന്നില്ല. ICMR അത് സ്റ്റോക്ക് ചെയ്യുകയാണ് നമ്മൾ അന്ന് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഉപയോഗിച്ചത് റിബാവറിൻ പോലുള്ള ആൻറ്റി വൈറലുകളായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടാതെ, എന്നാൽ ഒട്ടും കൃത്യവിലോപം കാണിക്കാതെ നമുക്ക് ഇതിൻ്റെ ഈ പേഷ്യൻറ്റിൻ്റെ കോൺടാക്ട് ലിസ്റ്റൊക്കെ ട്രേസ് ചെയ്തുകൊണ്ട് നേരിടാൻ സാധിക്കണം. അതിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. ടീച്ചർ, ആ സമയത്ത് ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ KM മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവന, ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആ രീതിയിലുണ്ടായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അന്നത്തെ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയും അടക്കം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊരു പ്രയോഗമായിരുന്നു ഉണ്ടായത്. നാട് മുടിയും എന്നുള്ള പരാമർശിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അതേ ആൾ തന്നെ ആരോഗ്യമന്ത്രി ആകുമ്പോഴാണ് വീണ്ടും ഒരു നിപ്പ രോഗബാധ ഉണ്ടാകുന്നത്. അതിൽ നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രശ്നങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട്, ഇപ്പം നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരിക്കുന്നവര് പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇനിയിപ്പോ വന്നത് എന്നാണ് അന്ന് മുരളീധരൻ. അതെ അതെ, ഉമ്മൻചാണ്ടിയും കർണാടക മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എറണാകുളം നാട് ഭരിക്കുമ്പോൾ ഈ ഒരു രോഗം. അതെ, അത് നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പൊ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഏതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണമാണ്.